അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മനോഹരമായ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ള ഉദ്യമത്തിലാണ്. ആദ്യമേ നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാഴാനി ഡാമിലാണ്. കേട്ടോ, വാഴാനി ഡാം. ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ക്ലേ ഡാം ആണെന്ന് പറയുന്നത്. തൃശ്ശൂരിലെ വടക്കാഞ്ചേരി റിവർ അല്ലെങ്കിൽ കേച്ചേരി റിവറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണ് ഈ വാഴാനി ഡാം. ഇത് ഇറിഗേഷനും ഡ്രിങ്കിങ് പർപ്പസിനും വേണ്ടി മാത്രമാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ഇത് 1962 നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിന് 4 ഏക്കർ ഗാർഡൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ബാണാസുര സാഗർ ഡാം പോലെ ഒരു എർത്ത് ഡാമാണ്. ഇതാണ് ഇതിൻ്റെ വിശേഷണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങളോട് എൻ്റർ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് കമാനല്ലേ? ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ടോ ഇവിടെ? അകത്തല്ലേ? ഇവിടെ ഒരു വാഴാനി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം 500 മീറ്റർ കാണുന്നു. താഴേക്ക് പോകണല്ലേ? ഈ കമാനം. അവിടെ പാർക്കിംഗ് ഏരിയ കുഴപ്പമില്ല അല്ലേ? മരത്തണൽ കിട്ടുന്നു. ഓ, അന്ന് പറഞ്ഞതല്ലേ വാഴാനി ഓണത്തിന്റെ സമയത്ത് 10 ദിവസം ആളുകൾക്ക്. അപ്പോൾ നമ്മൾ വാഴാനി ഡാമിലെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇത് കംപ്ലീറ്റ് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ തന്നെയാണ്. നമ്മൾ കയറി വന്നിട്ടുള്ള എൻട്രി ഗേറ്റ്. നമുക്കൊരു ക്യാൻറ്റീൻ കാണാൻ സാധിക്കും. ഇവിടെ കുറേ ഡ്രിങ്ക്സും ഫെസിലിറ്റീസ് എല്ലാം കാണാൻ സാധിക്കും. വാഴാനി ഡാം 1954, 1959 കാണുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ആ സൈഡിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി ടിക്കറ്റിന് റേറ്റ്സ് നമുക്ക് നോക്കിയിട്ട് വരാം. കൊള്ളാം. Children 5, photo video 750, 9:30 to 6 PM. ഇങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് റേറ്റ്സ്. നമ്മൾ 3 പേർക്കോട് ചേർന്ന് 45 രൂപ ടിക്കറ്റ്. ഞങ്ങൾ ദൂരെ ടോയ്ലറ്റ് കാണാം. എപ്പോഴും ഈ പൊതുസ്ഥലങ്ങളിൽ നമുക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ പ്രശ്നമുണ്ട്. ഈ ടോയ്ലറ്റ് കാണുന്നുണ്ട്. നമുക്ക് മിക്കവാറും എൻട്രി അകത്തുനിന്നായിരിക്കും തോന്നുന്നു. അവിടെ 2 ഗാർഡൻ കാണുന്നുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ക്യാബിൻ ആ സൈഡിൽ കാണാം. ഈ സംഭവം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ വാഴാനി ഡാമിൻ്റെ ക്യാമ്പസിൽ കയറിയ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ഒരു കോടതി. അതെന്താ? ഫുഡ് കോർട്ട്. അതാ ആ കാണുന്ന മുഴുവൻ ഫുഡ് കോർട്ടാണ്. ഞങ്ങൾ വരുമ്പോൾ ആംഫി തിയേറ്റർ എന്നൊക്കെ ഒരു ബോർഡ് അവിടെ കണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എന്താ ആംഫി തിയേറ്റർ എന്ന് നോക്കി വരുമ്പോൾ എനിക്ക് സംഗതി ഞാൻ വലിയ സംഭവം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ കാണുന്നതായിരിക്കണം ആംഫി തിയേറ്റർ. ഇവിടെ ഒരു കുഞ്ഞു ഷോ, ഒരു സ്റ്റേജൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഇരുന്ന് പ്രോഗ്രാംസ് കാണാം എന്നാണ് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ മറ്റേ ആംഗിളിൽ പോയി നമുക്ക് നോക്കാം എന്താ സംഭവം. കമാൺ. അപ്പോൾ ഞാൻ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞു. ഇതാണ് ആംഫി തിയേറ്റർ. ശരിക്കും കൊള്ളാം. നമ്മൾ കൊളോസിയം ഒക്കെ കാണാൻ പോയ പോലത്തെ അവസ്ഥ. പക്ഷേ ഫുൾ പായലാണ്. വെൽ മെയിൻറ്റെയിൻഡ് അല്ല. പക്ഷേ കുറ്റം വേണ്ട കാര്യമില്ല. വെയിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മരങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ പായലൊക്കെ ഉണ്ടാവും. അതുപോലെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തൊരു ഇവൻ്റൊക്കെ നമുക്ക് നടത്തുകയാണെങ്കിൽ ഭംഗിയായിരിക്കും, ഗംഭീരമായിരിക്കും. ഡ്രിങ്കിങ് വാട്ടർ. ഇതിൻ്റെ കൗണ്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് കുടിവെള്ളം. അത്യാവശ്യം നമുക്ക് ദാഹം തീർക്കാനുള്ള സംവിധാനം അവരോട് റെഡിയാക്കിയിട്ടുണ്ട്. കാണുന്നതാണ് IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. അവിടെയൊക്കെ വേണമെങ്കിൽ താമസം നമുക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ട്രൈ ചെയ്യും. ഇതാണ് ഡാമിൻ്റെ റിസർവോയർ, കാച്ച്മെൻറ്റ് ഏരിയ. ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് വായിക്കാം. നമ്മൾ ഡാമിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നേരത്തെ കണ്ട ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എന്ത് ഭംഗി കാണാൻ, സൂപ്പറായിട്ടില്ലേ. റോയൽ അറിയിപ്പ് ജലാശയത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഡോണ്ട് വയലേറ്റ് ദ റൂൾസ്.
അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല മനോഹരമായിട്ടുള്ള സംഭവം. അപ്പോൾ നമ്മൾ കണ്ട ഈ വഴി കൂടെ നമ്മൾ വന്നു. ഈ വഴി കൂടെ വന്നു. ഇവിടെ മനോഹരമായിട്ട് ഒരു അരളി മരം കണ്ടു. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. നല്ല ഭംഗിയാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന ഡാമിൻ്റെ റിസർവോയർ എന്ന് പറയുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ കുറച്ചുകൂടി നടന്നു വന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു ഇരിക്കുകയാണ്. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 3D ഫ്രെയിമിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫ്രെയിം നമുക്ക് കാണാനിടയായത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങളെ കൂടുതൽ കാണിച്ചു തരാൻ തോന്നി. അതാണ് ഇവിടെ ഇരുന്നത്. സൂപ്പറായിട്ടില്ല ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രണയിനിയായിട്ടുള്ള പ്രകൃതി, എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ പ്രകൃതിയെ ആവോളം ആസ്വദിക്കുക, നടക്കുക, എൻജോയ്. മനോഹരമായ ഡാമിൻ്റെ ദൃശ്യം, അടിപൊളി വ്യൂ ആണ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ. ഈ പായൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കൂടി കൂടി നിൽക്കുന്നത്? ഇത് കാണുമ്പോൾ ശരിക്കും ലക്ഷദ്വീപ് ഐലൻഡ് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെയില്ലേ? ഈ വഴി മുഴുവൻ നടന്നു വന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡാം, പിന്നെ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ സൈഡിൽ വിശാലമായിട്ടുള്ള ഗാർഡൻ. പക്ഷെ നമ്മുടെ മലമ്പുഴ ഡാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡാമുകളൊന്നും ഒന്നുമല്ല. പ്രവേശനമില്ല എന്നുള്ള ഭാഗത്ത് നിന്ന് ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പ്രവേശനമില്ല, കാരണം ആ പാലം പോലെ സംഭവം അങ്ങോട്ട് നീണ്ടു പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് കാരണം സഞ്ചാരികളെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അപകടം ഉണ്ടാകും. അത് കാരണം ആ വഴിക്ക് എൻട്രി ഇല്ല. പക്ഷെ ബ്യൂട്ടിഫുൾ പിക്ചർസ് ആയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. അങ്ങ് ദൂരെ വെള്ള കണ്ടോ, ആ ഒരു FRL അങ്ങനത്തെ സംഭവം, അത് വരെ എൻ്റെ മാക്സിമം വാട്ടർ ലെവൽ. അത് വന്നു കഴിഞ്ഞാൽ, അതുവരെ വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ തുറന്നു വിടും എന്നാണ് പറയുന്നത്, ഇറിഗേഷൻ പർപ്പസിന്. പക്ഷേ ഇപ്രാവശ്യം മഴ കുറവായത് കാരണം വെള്ളം നിറഞ്ഞിട്ടില്ല. അതേപോലെ നമ്മൾ കണ്ടത് ഡാമിൻ്റെ ഈ ഭാഗത്തായിരുന്നു നേരത്തെ ഷോട്ട്. ഈ സൈഡിൽ കാണുന്ന സമയത്ത് ഒരു ഗാർഡൻ കാണാം. ഈ ഗാർഡൻ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ആ ഭാഗം കാണിച്ചു തരാൻ ശ്രമിക്കാം. ഫോളോ മീ. പക്ഷെ കാണാൻ ഇങ്ങനെയൊക്കെ മനോഹരമാണെങ്കിലും ഭയങ്കര ചൂടാണ്, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റി. ഈ ഡാം ഇറങ്ങി നമുക്ക് താഴോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഗാർഡൻ്റെ സൈഡിലേക്ക് എത്താൻ പറ്റും തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അത്രയും വിശാലമായിട്ട് ഏരിയയിൽ നമ്മൾ നടന്നു വന്നു. ഇവിടെ ഒരു സ്തൂപമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇതുണ്ടോ, സർപ്ലസ് റെഗുലേറ്റർ. ദാറ്റ് മീൻസ് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ് ഷട്ടർ എന്ന് പറയും. ഈ ഡാമിൻ്റെ ഷട്ടറാണ് ഈ കാണുന്ന ഭാഗം. ഇതുണ്ടോ, വെള്ളം ഓവറായിട്ട് വരുമ്പോൾ ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടി തുറന്നു വിടുന്ന ഷട്ടറിൻ്റെ സ്പേസാണ് ഈ കാണുന്നത്. മനോഹരമായിട്ട് ഷട്ടർ. അങ്ങോട്ട് കിടക്കാമല്ലോ അല്ലേ? ഓക്കെ. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആ തൂക്കുപാലം വഴി താഴേക്ക് അങ്ങനെ ഗാർഡൻ സൈഡിലേക്കൊക്കെ പോയി വരാനാണ് പറയുന്നത്. തൂക്കുപാലം സൈഡിൽ കാണിച്ചു കൊടുക്കൂ. തൂക്കുപാലം, ആ മഞ്ഞ പെയിൻ്റ് അടിച്ച സംഭവമാണ് തൂക്കുപാലം. പക്ഷെ മഴക്കാലത്ത് വന്നാണ്ടല്ലോ അല്ലേ, മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. ഇതാണ് വലിയ ഷട്ടർ. ഇത് ബ്രിട്ടീഷുകാർ കെട്ടിയതാണോ നമ്മൾ കെട്ടിയതാണോ ഈ ഷട്ടറൊക്കെ? കാണുമ്പോൾ ബ്രിട്ടീഷ് ചായ ഉണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട്, സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. ഫുൾ മഞ്ഞയുടെ കൈപ്പിടിയൊക്കെ കൊടുത്തിട്ട്
ഇങ്ങനെ നടന്ന് നമുക്ക് തൂക്കുപാലം വഴി കയറി പോകാം. ഇപ്പം നമ്മൾ കയറി വന്നിട്ടുള്ള ഇറങ്ങി വന്നിട്ട് ഷട്ടറാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. കണ്ടോ ഈ ഷട്ടർ ഇറങ്ങി വന്ന സ്ഥലം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ തൂക്കുപാലം വഴി അപ്പുറത്തോട്ട് പോകാം. ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ടുള്ള കാടാണ് കേട്ടോ, സൂപ്പർ കാടാണ്. ചൂടിൽ നിന്ന് നല്ല ആശ്വാസമൊക്കെ കിട്ടിയത്. ഇതുണ്ട് ഇവിടെ കണ്ടോ. പിന്നെ ഈ കാണുന്നതാണ് അടിപൊളി. ദിസ് ഈസ് കോൾഡ് എസ് ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം ഓഫ് വാഴാനി ഡാം. സൂപ്പർ, നല്ല എക്സ്പീരിയൻസ് ആണ്. മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് ഇതും കുറേ കാലപ്പഴക്കമുള്ള സംഭവം തോന്നുന്നു കേട്ടോ. യോ എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട്, പൊളിച്ചില്ലേ? ഈ സിനിമാറ്റിക് ഷോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം കണ്ടത്. ഈ ഡാമിൽ നിന്ന് വെള്ളം ഇറിഗേഷൻ ആവശ്യങ്ങൾക്ക് പോകുന്നതിൻ്റെ ഒരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആയിട്ട് പോയി നിൽക്കുന്ന ഭാഗമാണ്. ഇതിന് മേലെ കൂടെയൊക്കെ വെള്ളം കുത്തി ഒളിച്ചിട്ടാണ് താഴോട്ട് കനാലിലൂടെയൊക്കെ പോവാം. എല്ലാവർക്കും ഈ വാഴാനി ഡാമിൻ്റെ ഈ തൂക്കുപാലം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ കൂറ്റൻ ഉരുക്ക് വടങ്ങളിൽ വലിച്ചു കെട്ടി ഗംഭീരമായിട്ടുള്ളൊരു തൂക്കുപാലമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസസ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അധികം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാഴാനി ഡാമിൻ്റെ ഈ തൂക്കുപാലത്തിലേക്ക് എല്ലാവരും നിർബന്ധമായും വരണം. അങ്ങനെ നടന്നു വന്നു. എഗെയിൻ പ്രവേശനമില്ലാത്ത മറ്റൊരു മനോഹരമായ കവാടം. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, ഭംഗിയായിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ഇവിടെ കാണുന്നത് എന്തോ ഒരു ഗാർഡൻ സമുച്ചയം എന്തൊക്കെയാണ്, നല്ല മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഇങ്ങോട്ട് നോ എൻട്രി ആണ്, അത് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇവിടെ നോക്കുമ്പോൾ അസല പ്രകൃതി നിറഞ്ഞ സൂപ്പർ വ്യൂ ആണ് ഈ ഭാഗം. അങ്ങനെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒരു ചെറിയൊരു കൂടാരം, പ്രകൃതിയുടെ കൂടാരം കണ്ടു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഞാൻ നിശ്ചയം വെള്ളം കുടിപ്പിച്ചു. മതിയോ? ഓക്കെ. ഏതാണ്ട് പാതി ക്ഷീണിച്ച അവശരായ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചോപ്പിലുള്ള ഒരു ബെഞ്ച് കണ്ടു. നല്ല ചൂടാട്ടോ, രക്ഷയില്ല. ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു പവലിയൻ കാണാം. പവലിയൻ, ആ പവലിയൻ യൂസ്ഫുൾ ആണോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും നല്ല സുഖമുണ്ട് വെയിലൊക്കെ കൊണ്ടിരിക്കാൻ. സൺബാത്തിന് പറ്റിയ സ്ഥലം. ഓക്കെ, അത്യാവശ്യം കൂളിംഗ് ആട്ടോ ഈ ഭാഗം. എന്നാൽ തണുപ്പുണ്ട്. ഇതിനകത്ത് ഈ വാഴാനി ഡാമിൻ്റെ ഒരു ഏറിയൽ വ്യൂ കാണിക്കുന്ന ഒരു മാപ്പ്, ഒരു 3 ഡയമെൻഷണൽ മാപ്പ് ഡിസ്പ്ലേഡ് ആണ്. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല. ചെല്ലക്കൂടെ നോക്കുമ്പോൾ കുറച്ച് കാണാൻ പറ്റും. എന്തോ അവരെന്നത് പ്രവേശനം അനുവദിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയുന്ന ആൾക്ക് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ഈ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. കാരണം ഈ സ്വാഭാവികമായിട്ടും വീഴുന്ന മരങ്ങളെ പ്രകൃതിയിൽ അലിഞ്ഞു ചേരാൻ വേണ്ടി അനുവദിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ സഞ്ചാരികൾക്ക് ഒരു ഇരിപ്പിടവുമാവും. കുറേ കാലം കഴിയുമ്പോൾ ഇതൊരു ഫോസിലായി മാറുകയും ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എസ് നേച്ചർ കൺസർവേഷൻ. താങ്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. അതെ, ഈ വാഴാനി ഡാമിൽ വന്നപ്പോൾ സസ്പെൻസായി 2 അതിഥികൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതാരാന്ന് അറിയണ്ടേ? ടൻ. നമ്മൾ തന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വാഴാനി ഡാമിൻ്റെ ഗാർഡൻ പരിസരത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഗാർഡൻ്റെ ഒരു ഓട്ടപ്രദക്ഷിണം ഞാൻ ഒന്ന് കാണിച്ചു തരാം.
ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ വിശാലമായിട്ടുള്ള ഡാമിൻ്റെ ഏരിയയാണ് നമ്മൾ നേരത്തെ നടന്നു വന്ന ഭാഗം. ഇത് എർത്ത് ഡാമാണ്. മണ്ണുകൊണ്ടാണ് ഡാമിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. യോ ബാക്ക്ഗ്രൗണ്ട് വാവ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്. ജസ്റ്റ് ഒരു ഓട്ട പ്രദർശനം നമുക്ക് ചെയ്തിട്ട് പോരാം. ഇവിടെയും കുറേ സംഭവങ്ങൾ കാണാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. അവരെ പ്രൈവസി നമ്മൾ നശിപ്പിക്കേണ്ട. ഇതാണ് ചുരുക്കത്തിൽ കാണുന്ന നമ്മുടെ വാഴാനി ഡാമിൻ്റെ ചിൽഡ്രൻസ് പാർക്ക്. എന്നെ ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലൈറ്റാണ്. കണ്ടോ, ഈ ലൈറ്റ് കാണിക്കൂ. സൂപ്പറായിട്ടില്ലേ, അടിപൊളി. ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ ഈ ലൈറ്റ് കെട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ സാധാരണ കളിക്കോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് ഗാർഡൻ്റെ കൂടെ ഒന്ന് നടന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഗാർഡൻ്റെ ഭാഗത്തൂടെ നടക്കുമ്പോൾ നമുക്ക് സൈൻ ബോർഡ് കാണാം. ചിൽഡ്രൻസ് പാർക്ക് നേരെ പോകുന്നതാണ്. ടോയ്ലറ്റ് ആ സൈഡിൽ, എക്സിറ്റും ആ സൈഡിൽ. നമുക്ക് ജസ്റ്റ് ചിൽഡ്രൻസ് പാർക്ക് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ചുറ്റും ഒരു 360 കറക്കി കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഈ വാഴാനി ഡാം ഗാർഡൻ്റെ സീൻ കാണാൻ സാധിക്കും. ഇത്രയും മനോഹരമാണ് ഈ വാഴാനി ഡാം ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്ക് നടന്ന് മെല്ലെ പുറത്തേക്ക് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പോൾ മനോഹരമായിട്ടുള്ള വാഴാനി ഡാമിൻ്റെ ഭാഗത്ത് നമ്മൾ വിടവാങ്ങുകയാണ്. ഇനി 1 ഡേ തൃശ്ശൂർ ട്രിപ്പ് ഇതിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ വാഴാനി ഡാം കണ്ടു. പൂമന ഡാമിലേക്ക് പോകുന്ന വഴി ഒരു മനോഹരമായിട്ടുള്ള വാട്ടർഫോൾസ് കണ്ടു. വട്ടായി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. ഇവിടെ ആർക്ക് വട്ടായി നമുക്കറിയില്ല. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ കംപ്ലീറ്റ് കാണാം. പിന്നെ നമ്മൾ നടന്നു വന്ന വഴി ഈ സൈഡിൽ കാണാം. നമ്മൾ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നതാണ്. പിന്നെ ഓപ്പോസിറ്റും നല്ലൊരു പാറക്കെട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സംഭവമായിട്ട് തോന്നി ഈ ഭാഗം. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നമുക്ക് തന്നെ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പൂമല ഡാമിലേക്ക് പോകുന്ന വഴി വട്ടായി വെള്ളച്ചാട്ടം എത്തിയെന്ന് പറഞ്ഞു. എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നായിരുന്നു. ഈ കാണുന്നതാണ് വട്ടായി വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളം വളരെ കുറവാണ്, എന്നാലും ഇത്രയെങ്കിലും നമുക്ക് വട്ടാവാം. ഓക്കെ, അത് കാണിച്ചു കൊടുക്കും. ഇതാ നിശയ്ക്കും കുറച്ച് വട്ടായി. ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ എല്ലാവർക്കും കുറച്ച് വട്ടാവും. അതാണ് ഈ വട്ടായി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നിശ, വട്ടായോ? ആ വട്ടായി വെള്ളച്ചാട്ടമാണ്. ഇതുവഴി ഇങ്ങനെ പോയിട്ട് നമ്മൾ നേരത്തെ അവിടെ കണ്ട ഭാഗം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഡാമിൽ പോയി ചേരുന്നുണ്ടാവണം എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം, നേരെ പൂമല ഡാം ഫോളോ. In 200 meters, turn left onto Pumala Dam Road. ഇങ്ങനെ ഈ റോഡുണ്ടല്ലോ, ഒത്തുന്നാലും എങ്ങനെയോ പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി എത്തും. പിന്നെ പൂമല ഡാമിൻ്റെ നമുക്ക് സൈഡിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുവരെ യാത്ര ദോഷമില്ല. ഇവിടുന്ന് എവിടേക്ക് ഇറങ്ങാം സൈഡിലേക്ക്. പൂമല ഡാം. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലെ രസകരമായിട്ട് ചില കാഴ്ചകൾ കാണുന്ന എപ്പിസോഡ്സിൻ്റെ അടുത്ത ലൊക്കേഷനിലെത്തി. നമ്മൾ നിർത്തിയിരിക്കുന്നത് പൂമല ഡാമിലാണ്. ഇവിടെ വണ്ടി നിർത്തി. നമുക്ക് ഇവിടെ നല്ല എക്കോസിസ്റ്റമാണ്. കയറി വരുന്നവിടെ നമുക്ക് ഗാന്ധിജിയുടെ പ്രതിമ കാണാൻ സാധിക്കും ഇവിടെ. പിന്നെ ഓപ്പോസിറ്റ് മുഴുവൻ ഇതാണ് പൂമല ഡാമിൻ്റെ ഒരു ഷോർട്ട് ദൃശ്യം. പിന്നെ കുട്ടികളുടെ കുറച്ച് കളി ഇടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിൽ കൺവെൻഷൻ സെൻറ്റർ കാണാം. ഒരു കൺവെൻഷൻ സെൻറ്റർ, ഒരു റിസപ്ഷൻ എന്ന് നടക്കുന്നൊരു പരിപാടിയാണ്. ഒരു ആമ്പൽക്കുളം പോലെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഈ സൈഡിൽ കാണാൻ സാധിക്കും ഒരു ആമ്പൽക്കുളം. പിന്നെ കുറേ ഇരിപ്പിടങ്ങൾ അവിടെ ഡാമിലോട്ട് നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യാം. നമ്മൾ വന്ന മാർഗ്ഗം അതാ തോന്നുന്നുണ്ട്. അവിടെ കുറേ കാറ് വരുന്ന റൂട്ട് കാണുന്നുണ്ട്. അതിൽ കൂടെ വന്നിട്ടുള്ള സാധ്യത. നമ്മൾ സൈഡ് വരുമ്പോൾ ഡാമിൻ്റെ സൈഡ് കണ്ടില്ലേ, അത് ആ വഴി ആയിരിക്കണം.
ഇവിടെ പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ഒരു സമയം സ്പെൻഡ് ചെയ്യാം അത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അവിടെ പോയി ഇരുന്നിട്ട് അവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അതേ കാണുന്നതാണ് പൂമല ഡാം. നമുക്കൊന്ന് നടന്ന് കാണാം, വരും. പൂമല ഡാം അടിപൊളി. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കും ശരിക്കും പൊളി വിഷ്വലായിട്ട്. പക്ഷേ ഈ കാണുന്നൊക്കെ ചതുപ്പാണ്, അങ്ങോട്ട് ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മുങ്ങും, ഉറപ്പാണ്. മുങ്ങിയാൽ പിന്നെ നമുക്ക് പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ. സോ ബി എ റെസ്പോൺസിബിൾ ആൻഡ് സേഫ് ട്രാവലർ. ഹായ്, അപ്പോൾ കുറേ സമയം ഓടി, നല്ല തലവേദനയൊക്കെ ആയി. നമ്മൾ ഭക്ഷണമൊക്കെ വയറുന്നേരെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അതിനുശേഷം അങ്ങനെ പൂമല ഡാമിൻ്റെ വ്യൂ പോയിന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യൂ പോയിന്റ്. അപ്പോൾ എൻജോയ്. എന്താ നിഷ, ഇവിടെ സുഖമായിട്ടിരുന്ന് ഡാം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ പോയിട്ട് കണ്ടാലായിരിക്കും എൻ്റെ ഭംഗി. അതെ അല്ലേ, നമുക്ക് അവിടെ ചെന്ന് കാണാം. ഈശ്വര, ഞങ്ങൾ പോലും പൊതുവെ ഊഞ്ഞാലൊന്നും കയറാറില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഊഞ്ഞാലിൽ കയറിയ പരിപാടി. സൗണ്ട്സ് നൈസ്. ഗോയിങ് ബാക്ക് ടു ചൈൽഡ്ഹുഡ് ഡേയ്സ്. യോ, ഇവിടെ ആക്ച്വലി പൂമല ഡാം നമ്മൾ നേരത്തെ കാണിച്ചതൊരു പാർക്കായിരുന്നു. ഡാമിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ പാർക്കിംഗ്, അത് പാർക്ക് തന്നെയാണ്, ഡാമിൻ്റെ സൈഡായിരുന്നു നേരത്തെ കണ്ടത്. പക്ഷേ ആക്ച്വലി പൂമല ഡാം എന്ന് പറഞ്ഞത് ഇവിടെയാണ്. പക്ഷേ ഇവിടെ അവിടെ കാണിച്ചു നോക്കൂ, പാർക്കിങ്ങോ വണ്ടി വരാനുള്ള സൗകര്യമൊന്നും ശരിക്കും അവിടെ ഇല്ല. സത്യം പറയാൻ വെച്ചാൽ ഇവിടെയൊക്കെ വളരെ ടൈറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് വണ്ടി ഹെലികോപ്റ്റർ മിക്കവാറും കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അത് വേറെ വിഷയം. നമുക്കിതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ടൈപ്പ് ഓഫ് ഡാം, ഇതും എർത്തേൺ ഡാമാണ്. ഓക്കെ, 4 ഷട്ടറുണ്ട്. മുളങ്ങുന്നത്തുകാവ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് ഇതിൻ്റെ പഞ്ചായത്ത്, വില്ലേജ്, ഗ്രോസ് കമാൻഡ് ഏരിയ. ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ബൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 95.40 മീറ്റർ ഫ്രം MSL എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക്. അങ്ങനെ നമുക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. നമുക്ക് മെല്ലെ ഡാമിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പൂമല ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. ഇതൊരു ചില ആൾക്കാർ പറയുന്നത് ഒരു ചെക്ക് ഡാം ആണെന്നുള്ള കാര്യം എനിക്ക് വലിയ ഒരു ഉറപ്പില്ല. എന്താണെങ്കിലും നമുക്ക് സൈഡിലോട്ട് പോയി നോക്കാം. പക്ഷേ കളർഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, റോസും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ഡേ ട്രിപ്പിൻ്റെ അടുത്ത സീരീസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഫോളോ. ഇവിടെ സ്റ്റെപ്പറിങ് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് ചെക്ക് ഡാം അല്ലേ? നമ്മൾ വന്നതിന് ശേഷം അവിടെ ഒരു വഴി കണ്ടു, ഇവിടെ ഒരു വഴി കണ്ടു. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനാണ് ആഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം നനയാനാണ് ആഗ്രഹമെങ്കിൽ ആ വഴി പോവാം. ഓക്കെ, പക്ഷെ കാഴ്ച കാണാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ഇറങ്ങാം. ഇവിടെ വ്യൂ പോയിന്റ് പോയിരുന്നവിടെ നിന്ന് അവിടുത്തെ നമുക്ക് ആ വെള്ളം വരുന്ന കാഴ്ച മുഴുവൻ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി പോയി നോക്കാം. അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ വന്നല്ലോ. ഈ സൈഡിൽ വന്നപ്പോൾ ഈ സ്റ്റെപ്പുകൾ കൂടെ വെള്ളം വീഴുന്നത് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് നല്ലപോലെ വെള്ളം നിറയണ സമയത്ത് ഇത് ഫുൾ സ്പില്ലായിട്ട് നല്ല ഭംഗിയായിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇത്രമാത്രം വെള്ളമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ച മുഴുവൻ കയറി വന്നു, നമ്മൾ ഔട്ടായി. അപ്പോൾ 1 ഡേ തൃശ്ശൂരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ചകൾ എന്നുള്ള സീരീസ് നമ്മൾ പൂമല ഡാമിൽ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റു വ്യത്യസ്തമായിട്ട് വീഡിയോസുമായി അഭിലാഷ് ട്രാവൽ ഫുഡ് ഹെറിറ്റേജ് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.
വെയിറ്റ്. താങ്ക് യു.